പോകരുതെന്ന് പറഞ്ഞല്ലോ. ഓണപ്പരീക്ഷ അല്ല, വല്ലതും പോയിരുന്നു പഠിക്കാൻ. അന്ന് അപ്പുറത്തെ വീട്ടിൽ പോയി ഇച്ചിരി നേരം കളിച്ചിട്ട് വന്നത് പഠിച്ചോണം. എന്നാ ചെല്ലി. എന്റെ ദൈവമേ, ഇങ്ങനൊരു സാധനം. എന്താടാ കളിക്കാൻ പോയിട്ട് ഇങ്ങ് ഓടി പോരുന്നേ? ആരൊക്കെയാടാ നിന്നെ പെരുമാറിയത്? ഒരു 10-16 പേരുണ്ടായിരുന്നു, എണ്ണാൻ പറ്റിയില്ല. എന്നാലും ഇടിച്ചവനെ നിനക്കറിയാവോ? എങ്ങനെ അറിയാം? അവന്റെ ചെവി എന്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. എന്റെ ദൈവമേ, ഇവൻ എന്നെ നാട്ടുകാരെ കൊണ്ട് കൈ വെപ്പിക്കുന്നതോ? ഒന്നാ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാമചന്ദ്രൻ വീട്ടിൽ കളിക്കാൻ പോരും. അവർ ഏഷണിയാണ്, കുശുമ്പാണ്, ഏഷണിയാന്നൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ ഇതിന് അങ്ങോട്ട് പോയത്? അപ്പച്ചനെ കുറിച്ചൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്ത് പറഞ്ഞു അപ്പച്ചനെ കുറിച്ച്? പറയണേ, അപ്പച്ചനെ പറ്റി പറയണേ. ആ പട്ടി കണ്ണിടക്കില്ല, കണ്ണ് കുത്തിപ്പൊടിച്ചോളെന്നൊക്കെ പറഞ്ഞു. എടാ പോയി കളിടാ. ഞാൻ ഇവിടെ കളിച്ചോളാം. എടാ പോയി പഠിക്കാനാ. പോടാ. അങ്ങനെ മിടുക്കൻ ഒരു പടി പോയോ. ഇങ്ങനെ ഒരു സാധനം ഒന്നേ ഉണക്കില്ല, ഞാൻ ഭൂലോകം ഇളക്കുമല്ലേ. എൻ്റെ മോക്കൊരു ചെറുക്കനെ വേണമെന്ന് പറഞ്ഞിട്ട് കാലം കുറയായി. ആ ബ്രോക്കറെ കാണാനുമില്ല, നോ ഫലം. പട്ടിയുണ്ടോ? ഉണ്ടെങ്കി ഇപ്പൊ എന്നാ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്ന്. വരുവാ. ആരാ? ഞാനാ ബ്രോ. ബ്രായോ? ബ്രായല്ല ബ്രോ. ബ്രായാണെങ്കിലും ബ്രോ ആണെങ്കിലും കേറി വാ. ഞാനാ ബ്രോ. ബ്രോ ഇവിടെ തന്നോട് എൻ്റെ മോക്കൊരു ചെറുക്കനെ വേണമെന്ന് പറഞ്ഞിട്ട് എത്ര നാളായി? കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് പയ്യനെവിടെ? അവൻ വാതുക്കെ നിൽക്കുമല്ലേ. അതെന്നാ പയ്യൻ വാതുക്കെ തന്നെ നിൽക്കുന്നേ? അവൻ പ്രൈവറ്റ് ബസ്സിലെ കിളി, ആരാ വാതുക്കെ നിൽക്കുന്നത്? ഓഹോ, എന്നാ ഡബിൾ ബെല്ലടിച്ച് കേറ്റി വിട്, പയ്യനെ ഒന്ന് കാണട്ടെ. മോനെ ഊഷ്മാണ്ടാ. ഇതന്നെ ഒരു കൂളിംഗ് ക്ലാസ് നടന്നു വരുന്നേ. ഇവിടെ ആരും ഇല്ല. എന്റെ ഒരു കൂളിംഗ് ക്ലാസ് പെണ്ണിന്റെ വീട്ടിൽ നിൽക്കാം. ഇതിലോ പെണ്ണിന്റെ അച്ഛൻ. അച്ഛനാണല്ലേ? മോനാണല്ലേ? അതെ. പവർ കട്ടു നേരത്തു പെറ്റതാണോ നിന്നെ? കരിയോലി മുങ്ങി കുളിച്ചതാണോ? ഒരറിവില്ല. ചേട്ടാ, ഇതാരുടെ ഹനുമാന്റെ ഫോട്ടോ ഇവിടെ വെച്ചിരിക്കും? ഹനുമാന്റെ ഫോട്ടോ ഇതാ, പെണ്ണിന്റെ അച്ഛന്റെ ഫോട്ടോ ഇട്ടിരിക്കുന്നത്. പയ്യനിപ്പോ എന്തോ പറഞ്ഞല്ലോ. പയ്യൻ പറയുമായിരുന്നു ഈ ഫോട്ടോ അങ്ങ് അടിപൊളിയാന്ന് പറയുമായിരുന്നു. ആണല്ലേ? അതെ, ഞാൻ ആർമിയിലായിരുന്നപ്പോ എടുത്ത ഫോട്ടോയാ. എന്നാ? ഞാനേ അങ്ങ് ആർമിയിലായിരുന്നപ്പോ എടുത്ത ഫോട്ടോയാ. പിന്നെ ഞങ്ങൾ 7 മീൻ എടുക്കാഞ്ഞേ? പയ്യനല്ലേ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളെ സംസാരിക്കരുത്, മനസ്സിലായോ? ഇവിടെ വരാനാ. വരത്തില്ല. ഇവിടെ വരാൻ. വരത്തില്ല. വരച്ച വരെ വരാൻ. വരച്ചു കണ്ടോ? ചെറുക്കൻ വന്ന സ്ഥിതിക്ക് ഇനി നിങ്ങളുടെ പെണ്ണിനെ കൂടെ കൊണ്ട് വിളിക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അങ്ങ് പോകാമായിരുന്നു. ഓക്കെ ഓക്കെ. മോളെ മോളെ ഒന്നെങ്കിൽ വന്നേ. ഞാൻ വരുവാ. നിന്നെ പെണ്ണുകാണാൻ ഒരു ചെറുക്കൻ വന്നിരിക്കുന്നു, ഇങ്ങോട്ട് വാ. ഞാൻ വരുവാ. അച്ഛൻ എന്നെ വിളിച്ചോ? വിളിച്ചു. നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ അപ്പുറത്തെ രമേശിന്റെ കൂടെ. അല്ല, രമേശ് ചേച്ചിയുടെ പള്ളിയിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് അച്ഛൻ വിളിച്ചത്. അതെ, ഒരു പ്രത്യേക കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചത്. നിന്നെ പെണ്ണ് കാണാൻ ഒരു ചെറുക്കൻ മതി, നോക്കിയേ. ചെറുക്കനോ? ഇത് അങ്ങോട്ട് നോക്ക്, കണ്ണൂർന്ന് നോക്ക്, കാണാം. അയ്യോ അച്ഛൻ, എനിക്ക് കാണാൻ പറ്റണില്ല. നോക്കാൻ സൂക്ഷിച്ച്. എനിക്ക് കാണാൻ പറ്റണില്ല. നീ ഒന്ന് ചിരിച്ചു കാണിക്ക, നിന്നെ കാണത്തിട്ടെന്ന്. ചിരിക്കണോ? എന്റെ ദൈവമേ, ത്രയംബകം ബില്ലടിക്കാൻ വന്ന അർജുനനെ പോലുള്ള ഇയാൾ എനിക്ക് അങ്ങ് ഒത്തിരി ഇഷ്ടമായി. കൊന്നുകളും തന്നെ ഞാൻ കേട്ടോ. അഹങ്കാരി ബ്രോക്കർ. ഈ പയ്യൻ എന്തോ ഇപ്പൊ കാണിച്ചേ? അതെ, പയ്യനെ പണ്ട് ബാലട്രൂപ്പിലായിരുന്നു. എന്ത് കാണിച്ചാലും ഉദാഹരണ സഹിതേ കാണിക്കത്തുള്ളൂ. അല്ല, ഇപ്പൊ എന്തുവാ കാണിച്ചത്? ഇപ്പോഴേ അവൻ അർജുനന്റെ വില്ല് കൊലച്ചതാ. ആണല്ലേ? എന്റെ മോൾ അങ്ങ് പേടിച്ചു പോയി. അയ്യോ, പേടിച്ചു പോകാൻ അവളങ്ങ് കൊച്ചു കുട്ടിയല്ലേ. ഒരു കാര്യം, ചെറുക്കനും പെണ്ണും വന്ന സ്ഥിതിക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണും. പഴയ കാലമല്ല ഇപ്പോഴത്തെ കാലം. നമുക്ക് അകത്ത് വയ്യില്ല, കോഴിയോ താറാവോ മട്ടനോ ചിക്കനോ കഴിക്കാം. അപ്പൊ അകത്തോട്ട് പോകാം. ചെടുത്തിയേ മോളെ, ചെറുക്കാ വന്നേ. രണ്ടുപേരും അങ്ങോട്ട് സംസാരിക്കാം. അങ്ങോട്ട് സംസാരിക്കും. അവരുണ്ട് സംസാരിക്കും. താരത്തിന് ഇവിടെ ഞാൻ വേണ്ടല്ലേ? നിങ്ങൾ സംസാരിക്കേ.
പെണ്ണേ അയ്യോ എന്നതാ വിളിച്ചേ? പെണ്ണേ എന്നോ? പെണ്ണിന്റെ പേരെന്താ? എന്റെ പേര് ആനിന്നോ? ആണിയോ? ആണിയല്ല ആനി. അയ്യോ ഇതിന് ആനപ്പാപ്പാനായിരുന്നു. കുറച്ചാൾ അങ്ങനെയും പോയി. ഞാൻ പേടിച്ചു പോയി. അപ്പൊ ഞാന് എന്തോ ലേശം കൂടി ചേർന്ന് നിൽക്കാവോ? അയ്യോ എന്തിനാ? സ്വല്പം ഇങ്ങോട്ട് നീങ്ങി നിൽക്കാവോ? എന്തിനാ? ഓ ഇങ്ങോട്ട് വന്നേ. എന്തിനാന്ന് പറ. ഓ ഇങ്ങോട്ട് വാ. അങ്ങനെ വരഞ്ഞിങ്ങോട്ട് എനിക്ക് ഭയങ്കര പേടിയാ. പിന്നെ അനി എന്തോ? അനി എത്ര വരെ പഠിച്ചു? ഞാൻ 3ാം ക്ലാസ് വരെ പഠിച്ചു. ഈ ഒരുപാട് പഠിച്ചല്ലോ. പിന്നെ ഞാൻ തുറന്ന് പഠിക്കാഞ്ഞേ? തുറന്നോ? അല്ല തുടർന്ന് പഠിക്കാഞ്ഞേ? അയ്യോ കരപ്പനായിരുന്നു. എവിടെ? കാലില്. കാണിച്ച് ലേശം കൂടി കാണട്ടെ. സ്വല്പം കൂടി കാണട്ടെ. ലേശം കൂടി അങ്ങോട്ട് കാണിക്ക്. അവിടെ വന്നപ്പോ എന്റെ കരപ്പൻ അങ്ങ് പോയി. നന്നായി. അപ്പൊ ഞാൻ എന്തോ ലേശം കൂടി ഇങ്ങോട്ട് ചേർന്നിക്കോ. എന്തിനാ? ഇങ്ങോട്ട് നീങ്ങി നിന്നേ. എന്തിനാന്ന് പറ. ഒരു കാര്യം പറയാനാ. എന്തിനാന്ന് പറ. ഓ ഇങ്ങോട്ട് വാ. അങ്ങനൊന്നും പറഞ്ഞു കേട്ടോ. ഞങ്ങളുടെ അമ്മ എന്നെ വഴക്കുറഞ്ഞു. എനിക്ക് ഭയങ്കര ചമ്മലാ. അപ്പൊ എന്തോ ഞാനൊരു കാര്യം ചോദിച്ചാ ആരോടെങ്കിലും പറയുമോ? ഇല്ല. പറയത്തില്ലല്ലോ. പറയത്തില്ല. പറയട്ടെ. പറഞ്ഞോ. പിന്നെ 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 ഞാനൊന്ന് സൊട്ടോട്ടെ. എന്നതാ ചോദിച്ചേ? ഞാനൊന്ന് സൊട്ടോട്ടെ. തൊട്ടോ? തൊടാനോ? തൊടട്ടെ? അച്ഛനും അമ്മയും വരുന്നതിനപ്പോ വേഗം തൊടും. തൊടാനല്ലേ തൊടാൻ പോവാണേ. തൊട്ടോ? തൊടട്ടെ? തൊട്ടോ? ഇതെന്നാ വലിയ ഫോഞ്ചാണോ? ഫോഞ്ചല്ല, ഈ സ്പോഞ്ച്. ചെറുക്കാ. എന്നെ ചെറുക്കി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പെട്ടെന്ന് ചോദിക്കേ. ചോദിക്കട്ടെ? ആരെങ്കിലും വരുന്നതിന് മുമ്പ് ചോദിക്കേ. ഞാനൊന്ന് തൊട്ടോട്ടെ? ഇതെന്നാ ചോദ്യമാണ്. തൊടുക, കെട്ടിപ്പിടിക്കുക, എന്ത് വേണം ചെയ്തോ. പക്ഷെ ഉമ്മ മാത്രം വെക്കരുത്. അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ തൊടും. തൊടേ. ഞാൻ തൊടാൻ പോവാ. പെട്ടെന്ന് ഞാൻ തൊടും. ഞാൻ ഇപ്പൊ തൊടും. അയ്യോ ഞാൻ തൊട്ടില്ല. എന്റെ ദൈവം, തൊടുവാറിന് എന്തായി തീർന്നേനെ. എന്തോ? ലേശം ഇങ്ങോട്ട് നീങ്ങി. അയ്യോ എന്തിനാ? സ്വല്പം ഇങ്ങോട്ട് നീങ്ങി. എന്തിനാന്ന് പറ. കാര്യം പറയട്ടെ. എന്തിനാന്ന് പറ. ഇങ്ങോട്ട് വാ. അവിടെ ഇരുന്നാ മതി. ഇങ്ങോട്ട് മാറിക്കും. ഇവിടെ മാറിക്കും. അവിടെ ഇങ്ങോട്ട് മാറിക്കും. എന്താണ് കാണിച്ചത്? എന്താണ് നീ കാണിച്ചത്? അത് പിന്നെ വീട്ടിൽ നിന്ന് വന്നപ്പോ അച്ഛനും അമ്മയും പറഞ്ഞു. അച്ഛനും അമ്മ എന്തോന്ന് പറഞ്ഞു? പെണ്ണിന്റെ ചുറ്റുപാടൊക്കെ നോക്കിക്കൊണ്ട് വരണം. എടാ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ വീടിന്റെ പരിസരം നോക്കാനാ പറഞ്ഞ, മനസ്സിലായോ? ആണോ? ചുറ്റുപാട് പറഞ്ഞു. അതൊക്കെ പോട്ടെ. പെണ്ണും ചെറുക്കനും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമ്മക്കിത് അങ്ങ് ഉറപ്പിക്കാൻ പറട്ടെ. എന്താ? നിങ്ങൾ ഈ ചെറുക്കൻ എന്തുണ്ട് ആസ്തി? ആഹാ അത്രയുണ്ടോ? ചെറുക്കൻ്റെ ആസ്തിയല്ലേ ഈ കാണുന്ന മുഴുവൻ. അയ്യോ അതല്ലേ ചോദിച്ചു. ചെറുക്കന് ചുറ്റുപാടൊക്കെ ഉണ്ടെന്ന്. ചുറ്റുപാടിന്റെ കാര്യത്തെ കുറിച്ചൊന്നും പറയണ്ട. അതെന്നാ ചുറ്റുപാടില്ലേ? ചുറ്റുപാടുണ്ട്. 50 ഏക്കർ തെങ്ങിൻ തോപ്പിലെ തേങ്ങ മുഴുവൻ മതി. സ്വന്തമായിട്ട് വെട്ടാനുള്ളൊരു വെട്ടുകത്തി ചെറുക്കനുണ്ട്. പിന്നെ 10 പറ കണ്ടത്തിന്റെ നെല്ല് മുഴുവൻ കൊയ്തി മെതിച്ചോണ്ട് എങ്ങോട്ടാ കൊണ്ടുവന്ന്? എങ്ങോട്ടാ? ചെറുക്കന്റെ വീടിന്റെ മുറ്റത്തൂടെ അപ്പുറത്തെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്. പിന്നെ നിങ്ങളുടെ പെണ്ണിന് കഞ്ഞുകൂടി മുട്ടുകയല്ല. അതെന്നാ? അതായത് ചെറുക്കന്റെ വീടിന്റെ വാതിക്കെ വലിയൊരു പ്ലാവ് നിൽപ്പുണ്ട്. പ്ലാവിലോട്ട് കയറുക, പ്ലാവിലൊടിക്കുക, കഞ്ഞി കുടിക്കുക, പ്ലാവിലൊടിക്കുക, പിന്നെ 2 വണ്ടിയും 2 പമ്പും. ഓ വെട്ടു. എനിക്കൊരു ചടാക്ക് വണ്ടിയുണ്ട്. വൈകുന്നേരം വെള്ളം അടിക്കാൻ നമ്മൾ റോഡിലോട്ട് പോകുമ്പോൾ ആവശ്യത്തിന് പെട്രോൾ ചെറുക്കിന്റെ പമ്പ് അടിച്ചോണ്ട് പോകാമല്ലോ. അയ്യോ പെട്രോൾ അടിക്കുന്ന പമ്പിന്റെ കാര്യമല്ല പറഞ്ഞേ. പിന്നെ സൈക്കിളിന് കാറ്റടിക്കുന്ന പമ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. 2 വണ്ടി എന്ന് പറഞ്ഞതോ? വണ്ടി എന്ന് പറഞ്ഞാൽ സൈക്കിളില്ലേ? അതൊക്കെ പോട്ടെ. നിങ്ങളുടെ പെണ്ണിന് എന്ത് കൊടുക്കും നിങ്ങൾ? എനിക്കുള്ളത് കംപ്ലീറ്റും പെണ്ണിനാ. വൃത്തിയോട് പറയല്ലേ. അതല്ല ചോദിച്ചത്. സ്ത്രീധനമായിട്ട് കൊടുക്കും. ക്യാഷ് 1 ലക്ഷം രൂപ ഞാൻ പെണ്ണിന് കൊടുക്കും. 1 ലക്ഷം രൂപ? അതെ കൊടുക്കും. 1 ലക്ഷം രൂപ കിട്ടുമെന്ന് മനസ്സിലായോ? ഈ കല്യാണം നടക്കത്തില്ല. കല്യാണം നടക്കില്ല. ഈ കല്യാണം നടക്കത്തില്ല. കാര്യം എന്താ പറ? എന്നെ പോലെ ഒരു മണവണാഞ്ചൻ ചെറുക്കിന് 1 ലക്ഷം രൂപ തരണമെങ്കിൽ ഈ പെണ്ണിന് എന്തോ ഫുൾ തൊണ്ട്. അങ്ങനെ കുഴപ്പമൊന്നും
കുഴപ്പമൊന്നുമില്ല. അതെ പെണ്ണിനെന്തോ ഫൂട്ടുണ്ടെന്നാ ചെറുക്കൻ എന്തോ പറഞ്ഞത്. ഫുൾട്ട് ഉണ്ട്. ഇല്ല ഒരു കുഴപ്പമില്ലെന്ന്. എന്തെങ്കിലും ഫുൾട്ട് കാണും. അല്ല, സാമാന്യം വണ്ണമുള്ള ഒരു പെണ്ണാണല്ലോ. ഇവളുടെ ഈ ശരീരമൊക്കെ ഇങ്ങനെ വണ്ണം വെച്ച പോലെ, വണ്ണം വെച്ച ഇടത്തെ കാലിന്റെ മുട്ടിന് താഴ്വശം വെച്ചേ ഇതിങ്ങനെയൊക്കെ വണ്ണം വെച്ച പോലെ, ഇതിങ്ങനെയൊക്കെ വണ്ണം വെച്ച പോലെ നീര് പോലത്തെ മന്ത് അല്ലേ? മണ്ടല്ല, പിന്നെ? ഇങ്ങനെ വണ്ണം വെച്ച പോലെ മുട്ടിന് താഴെയൊക്കെ ഇങ്ങനെ വണ്ണം വെച്ച് ഇങ്ങനെ പോട്ടെ, വണ്ണം നീര് പോലത്തെ മന്ത്. ഈ മന്ത് പോലൊക്കെ അല്ലേ ഇരിക്കുന്നത്? അത് തന്നെയാണ് ഈ മന്ത് കേട്ടാ. ഈ ഒരു കാലം മന്തുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ എനിക്ക് 1 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു. അല്ല, അതെ. നിങ്ങൾ കാലടുപ്പിച്ച് വെച്ച് 2 കാലം മന്തുണ്ടെങ്കിൽ എനിക്ക് 2 ലക്ഷം രൂപ തരാൻ പാടില്ല. ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞു കേട്ടോ. അവൻ അങ്ങനെ പലതും പറയും കേട്ടോ. അന്ന് എനിക്ക് അവന്റെ അച്ഛനുമായിട്ട് ഇടപാട്, എനിക്ക് ഇത്തിരി കാശ് കിട്ടുന്ന പരിപാടിയാണ്. നമുക്ക് ഇതൊക്കെ ഉറപ്പിക്കാം. ഈ വരുന്ന 9 തീയതി അല്ല കുംഭം 9 അത് നമുക്ക് ഉറപ്പിച്ചേക്കാം. അത് ഒന്നും മോന്റെ അച്ഛൻ, ഇത് വേറെ ബ്രോക്കറാ. എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ ഇപ്പൊ? എടാ കുഞ്ഞെ, നിന്റെ ചേച്ചിയെ കെട്ടിക്കൊണ്ട് പോകാൻ വന്ന ചെറുക്കനാ നിൽക്കുന്നത്. ആ കൊണ്ടുപോകും. കൊണ്ടുപോകണം. ചേട്ടോ ചെറുക്കൻ എന്തോ കേസിന്റെ കാര്യം പറഞ്ഞല്ലോ. പറഞ്ഞായിരുന്നു കേസിന്റെ കാര്യം. അവൻ പറഞ്ഞു കേസിന്റെ കാര്യം പറഞ്ഞു. പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് പറഞ്ഞു. അവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവൻ പറഞ്ഞിട്ട് തലോട് പറയണോ? ഹലോ, എൻ്റെ കയ്യിൽ ചീപ്പ് ഉണ്ടായിരുന്നു, കണ്ടായിരുന്നോ? ഇവിടെ തൻ്റെ കയ്യിൽ ചീപ്പ് എങ്ങനെയാണ് ഞാൻ കാണുന്നത്? കണ്ടില്ല. ഞാൻ ഇപ്പൊ ഇവിടെ ചീപ്പാന്നു എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ പറ്റുമോ? എവിടെ പോയെന്നൊരു പിടുത്തു. ആഹാ, ഇവിടെ ഇരിക്കുവായിരുന്നു കേട്ടോ. Sorry, കാണത്തില്ല. ആരാ മനസ്സിലായില്ലല്ലോ? മനസ്സിലായില്ല? ഞാൻ ആ കറവക്കാരൻ്റെ ആയപ്പൻ തന്നെ മോനാ. കറവക്കാരൻ്റെ ആയപ്പൻ തന്നെ മോനാ. കറവക്കാരൻ രാജപ്പന്റെ മകൻ രവി. എടാ നിനക്ക് എന്നെ മനസ്സിലായോ? ഇല്ല. എടാ സുഗുണൻ. എന്റെ പൊന്നെ സുഗുണ കൊടുക്ക്. എന്റെ പൊന്നെ നീ ഗൾഫിൽ നിന്ന് വന്ന്. ഗൾഫിൽ ഞാൻ 2 മൂന്ന് ആഴ്ച ഇവിടെ ഈ ഒന്നും പറയണ്ട. എന്താണ് ഈ ഗൾഫിൽ നിന്ന് വരാൻ കാരണം? വല്ലതും നമ്മുടെ ജോൺസന്റെ കല്യാണത്തിന് വന്ന ഞാൻ. നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ. ഓ, ഞാൻ വന്നില്ല. എടാ ഗൾഫിൽ കിടക്കുന്ന ഞാൻ വിളിച്ചു, പിന്നെ നാട്ടിൽ കിടക്കുന്ന നിനക്ക് വന്നാലെന്താ? തിരക്കായിരുന്നു അറിയാം. പറഞ്ഞായിരുന്നു ജോൺസൺ തിരക്കാണെന്ന്. അല്ല നിന്നെ കല്യാണം വിളിച്ചില്ല. അതൊക്കെ പോട്ടെ. നീ കല്യാണത്തിന് വരണമായിരുന്നു. എടാ അവിടെ ആടിക്കാൻ ഇഷ്ടം പോലായിരുന്നു. അതായത് മദ്യത്തിന്റെ ബഹളമായിരുന്നു. പിന്നെ ഒരു കാര്യം, എല്ലാം തറ സാധനമാണ്. ചാത്തൻ. ഓ ഒന്നും ഭയങ്കര തറ സാധനം. നീ അടിച്ചില്ല? ഞാനേ അടിക്കാനില്ലായിരുന്നു. അത്രയുള്ള വേറെ ആരും അടിക്കാനില്ലായിരുന്നു. അത് ശരി. എടാ അതൊക്കെ പോട്ടെ. നീ എവിടെ പോവാന്നാ പറഞ്ഞു? ഒന്നും പറയണ്ട കളിയാ. എന്നാ പറ്റി? എന്റെ ഭാര്യയെ കൊണ്ട് ആശുപത്രി പോവാ. എടാ അവക്ക് ഉറക്കത്തിൽ കിടക്കുമ്പോൾ എഴുന്നേറ്റ് കിടക്കുന്ന ഒരു അസുഖം. ആശുപത്രി പോവാ? എന്നാ ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കുക? എടാ അതിന് ഡോക്ടർമാരെന്താ പോയി കാണേണ്ട കാര്യമില്ല. എടാ അതൊക്കെ പ്രേതബാധയാ, ബാധ കൂടുന്ന പരിപാടിയാ. അതിന് കാര്യം ചെയ്താൽ മതി. ഞങ്ങളുടെ വീട്ടിലെ ഈ ചരട് ജപിച്ച് കിട്ടുന്ന പരിപാടികളുണ്ട്. എല്ലാവർക്കും ആ പരിപാടിയാ. അപ്പൊ ചരട് ജപിച്ച് കിട്ടിയ നടക്കത്തില്ല. അവൾ 2 ആഴ്ച കിടന്ന് ഉറങ്ങിക്കോളും. അതായത് എന്റെ ഭാര്യയെ നിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ നീ ചരട് ജപിച്ച് കെട്ടുക. കെട്ടിക്കഴിഞ്ഞാൽ അവള് ഉറങ്ങി കിടന്നാൽ എഴുന്നേക്കത്തില്ല, ബോധം കിട്ടുന്ന ഉറങ്ങിക്കോളും. അങ്ങനെയാണ് 2 ചരട് വേണം കേട്ടോ. അതിന് 2 ചരട്. എടാ അടുത്ത വീട്ടിലെ ബാലിന് വേണ്ടിട്ട് ഒരു ചരട്. എടാ ബാലിനെ ചരട് വെച്ച് കൊടുക്കുന്നത്. എന്റെ മുന്നേ എന്റെ ഭാര്യ എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അവൻ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരും. അതെ ഞാൻ പോവാ കേട്ടോ. എന്താ നീ അവിടെ പോവാ? എന്റെ അമ്മാവൻ വരുന്നുണ്ട്. അമ്മാവൻ വരുന്നത് നീ എന്തിനാ പോകുന്നത്? അമ്മാവൻ വരുന്നോടത്ത് എനിക്ക് നിൽക്കാൻ പറ്റുന്നതാ. അതെന്തിനാ അമ്മാവൻ വരുന്നത്? അത് ഞാനൊരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? എന്ത് സംസാരിച്ചാലും ആ സംസാരത്തിനിടയ്ക്ക് പിടുത്തം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്ത് പറഞ്ഞാലും പിടുത്തം. അതിന് നീ കൂട്ടു നിൽക്കും ഇവിടെ. ഞാൻ കൂട്ടു നിൽക്കത്തില്ല, എനിക്ക് പറ്റത്തില്ല. ആൾക്കാർ തല്ല. നീ ഇപ്പം നിന്റെ പോലും തല്ലല്ലേ ഞാൻ കൊള്ളു. ഞാൻ പോയി കേട്ടോ. അപ്പൊ നിന്റെ അമ്മാവനെ ഞാൻ സഹിക്കണം. കുഴപ്പമില്ല, സഹിക്കാൻ കുറച്ച്. എന്തോ ഞാൻ ഗൾഫിലായിരുന്നു. എനിക്കറിയാലോ. 2 മൂന്ന് ആഴ്ചയായി വന്നിട്ട്.
അമ്മാവ കഴിഞ്ഞ ആഴ്ച ഞാൻ അതിലെ കൂടെ വന്നപ്പോഴേ ആ. അമ്മാവനോട് കണ്ടില്ലായിരുന്നല്ലോ. വീട്ടിൽ നീ കയറിയോ? കയറിയാണ് ഞാൻ. എന്നെ കണ്ടില്ല. ഇല്ല. എടാ ഞാൻ ആ താഴത്തെ വീട്ടിലെ ലക്ഷ്മിക്കുട്ടിയമ്മനെ ഒന്ന് കാണാനും പിടിക്കാനും ഒക്കെ ഒന്ന് പോയതല്ലേ. അയ്യോ അവർക്ക് തന്നെ പറ്റില്ല ലക്ഷ്മി. നീ അറിഞ്ഞില്ലേ? ഇല്ല. എടാ അവർ ഒരു മാസമായിട്ട് സോക്കേടായിട്ട് കിടപ്പും പിടുത്തമൊക്കെ ഇല്ലായിരുന്നു. എന്നാ മെഡിക്കൽ കോളേജിലെ സകലമാന ഡോക്ടർമാർ മാറി മാറി ചികിത്സിക്കുകയും പിടിക്കുകയും ചെയ്തിട്ട് ഇതുവരെ അവരുടെ അസുഖം കുറയാൻ പിടിക്കുകയൊന്നും ചെയ്തില്ല കുഞ്ഞെ. ചെയ്തിട്ടില്ല. ആ. അത് ശരി. എന്നാലും ഇപ്പം ആ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ വരികയും ആ. ചികിത്സിക്കുകയും പിടിക്കുകയും ഒക്കെ വീട്ടിൽ ഇരുന്ന് ചെയ്യുകയും പിടിക്കുകയും ചെയ്യുന്നുണ്ടെന്നേ. ചെയ്യുന്നുണ്ട്. ഞാൻ പോയി കാണുന്ന പിടിക്കുകയൊക്കെ ചെയ്തതല്ലേ. ആ അത് ശരി. അമ്മാവു അമ്മ മൂത്ത ബേബിച്ചില്ലേ? ആ ബേബിച്ചൻ അവനിപ്പം എന്തെടുക്കുക? നീ വന്നപ്പോ അവനെ കണ്ടില്ലല്ലോ. ഇല്ല. എടാ നീ വന്നപ്പോ അവന് സൂസമയം കൂടെ ആ കരോട്ട റബ്ബർ തോട്ടത്തിൽ ഇരുന്ന് പിള്ളേര് പഠിക്കുകയും പിടിക്കുകയായിരുന്നു. ആ, അത് ശരി. എടാ അവര് പഠിക്കുകയും പിടിക്കുകയും ചെയ്ത് അവരുടെ ഭാവി നിശ്ചയിക്കുകയും പിടിക്കുകയും ചെയ്ത് അവർക്കൊരു ജോലി കിട്ടുകയും പിടിക്കുകയും ചെയ്ത് അവർക്ക് കൊള്ളാടാമനെ. കൊള്ളാം. ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പിടിക്കൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ഇങ്ങനെ പോകുന്ന അപ്പൊ കാര്യം. നമ്മുടെ മോൾക്കുട്ടിയില്ലേ? മോൾക്കുട്ടി മോൾക്കുട്ടി, ആ. ആ, അവളുടെ കാര്യം അവളങ്ങനെ പരീക്ഷയൊക്കെ ജയിക്കുക? എന്റെ പൊന്നു കുഞ്ഞു ഒന്നും പറയണ്ട. ആ. എന്റെ എടാ അവള് കഴിഞ്ഞ വർഷം ആ. പരീക്ഷ മെനക്കെട്ടിരുന്ന് രാത്രിയിലിരുന്ന് പഠിക്കുകയും പിടിക്കുകയും ചെയ്തിട്ട് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇല്ലേ BAക്ക് ഒരു പാർട്ട് പോയെന്നോ പിടിച്ചെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. അത് ശരി. എന്നാൽ ഇപ്പൊ ട്യൂട്ടോറിയൽ കോളേജിൽ പോകുന്നതും പിടിക്കുന്നതും ഒക്കെ ഉണ്ട്. ഇവിടെ അവരുടെ ട്യൂട്ടോറിയൽ വാദ്യന്മാരാണ് പഠിപ്പിക്കാനും പിടിക്കാനും ഒക്കെ ബേഗം എടുക്കലാണ് അവരെന്ന് പറയുന്നത്. ആണല്ലേ? ഇനി എങ്ങനെയാലും അവിടെ കല്യാണം നടത്തുകയും പിടിക്കുകയും അതെ നന്നാവട്ടെ. എങ്ങനെ കെട്ടിച്ചു വിടുക? വേറെ ഏതെങ്കിലും ചെറുക്കൻ കൂട്ടി വരും. എന്റെ പൊന്നു കുഞ്ഞ ഈ എറണാകുളത്ത് നിന്ന് ആ. ഈയിടെ ഈയിടെ? ഒരു ചെറുക്കനും എല്ലാരും കൂടെ വന്ന് പെണ്ണിനെ കാണുകയും പിടിക്കുകയും ചെയ്തായിരുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ടൊന്ന് പോകാനോ അവനെ കാണാനോ പിടിക്കാനോ പറ്റിയില്ല. ഇത് തന്നെ. അത്ര നീ എന്നാ ഗൾഫിൽ നിന്ന് വരികയും പിടിക്കുകയും ചെയ്തേ? ഞാൻ 2-3 ആഴ്ചയായിട്ട് ഇങ്ങോട്ട് വന്നോളൂ. എത്ര മാസത്തെ ലീവും പിടുത്തമുണ്ട്? ഇനിയിപ്പോ 2 വർഷത്തേക്ക് ഒരു നീണ്ട ലീവ് എടുത്തിരിക്കുവാ ഞാൻ. ആണല്ലേ? ആ. എടാ മോനെ ഇനി നിന്റെ ലീവ് തീരുന്നതിന് മുമ്പ് അതിലെ വരിക ഞങ്ങളുടെ വിശേഷം കാണുകയും പിടിക്കുകയോ അറിയുകയും പിടിക്കുകയോ ഒക്കെ ചെയ്യണം. പിന്നെ ഞാൻ അവിടെ ഇല്ലാലും അവളവിടെ കാണും. ചേട്ടനെ ഇവിടെ കാണുമല്ലോ. പിന്നെ തീർച്ചയായും. എന്നാ ഒരു കാര്യം ചെയ്യും, ചേട്ടൻ ഇവിടെ നിൽക്കാം. ഞാനിവിടെ നിൽക്കാം. ഞാൻ അങ്ങോട്ട് പോയി ഇത് കാണുകയും പിടിക്കുകയും ചെയ്തിട്ട് വരാം കേട്ടോ. എടാ ചേട്ടാ അതെ ഒരു കാര്യം ഇവിടെ ചോദിക്കാം. നിൽക്കാൻ ഒന്നും സമയമില്ല. അവൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് എനിക്ക് അവിടെ കാണുകയും പിടിക്കുകയും ചെയ്യണം. അത് കൊള്ളാം. ഒരു മനുഷ്യനോട് ഒരു കാര്യം ചോദിക്കാന്ന് വെച്ചപ്പോൾ അങ്ങേരും പോവുകയും ചെയ്തു. ഇതെന്തൊരു ബെസ്റ്റ് സ്റ്റോപ്പ്. ഇത് മനുഷ്യൻ വെറുതെ നിന്ന് മെനക്കെടുന്നല്ലാതെ ഒരു കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ പത്രം വായിച്ചായിരുന്നോ? ആ പത്രം വായിച്ചു. ഉളംപാറയിൽ ഏതോ ഒരു ഭ്രാന്തൻ ചാടി എന്ന് പറയുന്നത് കേട്ടോ. അവനെ പിടിച്ചോ? പിടിച്ചെന്ന് തോന്നുന്നില്ല എനിക്ക്. ഭാഗ്യം. പിന്നെ എന്നെ കൊണ്ട് വിചാരം ഒന്നുമില്ല വിശേഷം. ഞാനിവിടെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഒരാളെ കാണാനായിട്ട് വന്നതാണേ. നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ കണ്ട് വന്നു എന്ന് പറയുന്നത് കേട്ടെ. പിന്നെ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നായിരുന്നു. അപ്പൊ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി നാട്ടുകാരെല്ലാം കൂടെ എന്നോടാ പോകാൻ പറഞ്ഞത്. ഇയാളോട് പോകാൻ പറഞ്ഞു. പിന്നെ ഞാൻ പോയി കണ്ടു, ഷെയ്ക്കാൻ്റെ കൊടുത്തു. പുള്ളി എനിക്കൊരു ഷെയ്ക്കാൻ്റെ തന്നു. ഞാൻ കാല് തൊട്ടു, നമസ്കരിച്ചു, പ്രാർത്ഥിച്ചു. ആ. പുള്ളി എന്നോട് പേരെന്താന്ന് ചോദിച്ചു. ആ പേരെന്താന്ന് ചോദിച്ചു. ഞാൻ വളരെ മാന്യമായിട്ട് പറഞ്ഞു രമേശ്. ആ കൊള്ളാം. അത് ഞാൻ ചോദിച്ചു ചേട്ടന്റെ പേരെന്താന്ന്. അപ്പൊ അവിടെ നിന്നവരെല്ലാം പറഞ്ഞു എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. അപ്പൊ ആർക്കാ ഭ്രാന്ത്? ശരിക്കും അവർക്കാണല്ലോ ഭ്രാന്ത്. ഭ്രാന്ത് അവർക്ക് തന്നെ. നമുക്ക് അങ്ങനെ ഒരു സംഭവം ഫീൽ ചെയ്യുന്നില്ലല്ലോ. മനസ്സിലായി. വെറുതെ ചെടി നനച്ചുകൊണ്ട് നിന്നാണ് അച്ഛനും അമ്മയും എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വീട് വിട്ട് പോകാൻ തന്നെ കാരണം. ചുമ്മാ ചെടി നനച്ചുകൊണ്ട് അച്ഛനും അമ്മയും ഭ്രാന്താന്ന് പറഞ്ഞു. ആദ്യം അച്ഛൻ പറഞ്ഞു, പിന്നെ അമ്മ പറഞ്ഞു, മൂന്നാമത് പെങ്ങൾ പറഞ്ഞു. അങ്ങനെയായിരുന്നു കാര്യങ്ങൾ പോയത്. എന്താ കാരണം എന്താ? നല്ല മഴ, കൊട പിടിച്ചോണ്ട് ചെടി നനച്ചു. അത്രയും പക്ഷി ചെടികളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ചെയ്തത്. പിന്നെ അവര് ഭ്രാന്താന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് അനുഭവിക്കേണ്ട അങ്ങനെ ഒരു കഷ്ടകാലമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. എന്ത് കഷ്ടകാലം? അവര് പണക്കാരാ. ആര്? അവര് ഏതവര്? അവര് ക്രിസ്മസിന് 1 കിലോ ബീഫ് മേടിക്കും. പിന്നെ 1 കിലോ ബീഫ് മേടിച്ചാൽ ഒരു 50 പേരെങ്കിലും ഉണ്ടാവും തിന്നാനായിട്ട്. 1 കിലോ ബീഫ്. 1 കിലോ ബീഫിന് 50 പേര് വരെ വീട്ടിലേക്ക് വരുന്ന സൈസ് ഒരു പണക്കാരാ അവര്. അതുപോലെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ സൂര്യനെ നോക്കി ഭയങ്കരമായിട്ട് കല്ലെറിഞ്ഞു. എന്തിന്? പെട്ടെന്ന് രാത്രി ആവാൻ അവർക്ക് ഭയങ്കര ധൃതിയല്ലേ. പിന്നെ 3 അച്ഛനുണ്ട് എനിക്ക്. 3 അച്ഛൻ? ഒരച്ഛന് നല്ല കൊമ്പമീശയാണെങ്കിൽ മറ്റേ അച്ഛൻ കഷണ്ടിയാ. ഓ അങ്ങനെ. പിന്നെ ഞങ്ങളുടെ വീടിന്റെ അടുക്കളയിൽ ട്രെയിൻ വരുമല്ലോ. പിന്നെ അങ്ങനെ വീടിന്റെ അടുക്കളയിൽ ട്രെയിൻ വന്ന് കയറിയപ്പോഴാണ് ഈ ട്രെയിനിൽ കയറി ഞാനും അമ്മയും പെങ്ങളും കൂടെ കടലിന്റെ നടുക്ക് ചെയ്യുന്നത്. അവിടെ വെച്ചാണ് ഞങ്ങൾ ആനയെ കാണിച്ചു വന്നു. അമ്മ കടലിന്റെ നടുക്ക്. അമ്മ പിന്നെ അവിടെ കടലിന്റെ നടുക്ക് വലിയ പശു ഇല്ലേ, പശു. പിന്നെ ഈ പശു ഇങ്ങനെ നീന്തി കളിച്ചുകൊണ്ട് വരുമ്പോഴാണ് മുട്ട വിരിഞ്ഞ് ആട്ടിന്റെ കുഞ്ഞുണ്ടായത്. അത് മാത്രമല്ല ഇതിങ്ങനെ നടന്നു. എന്ത് പറ്റി? ഫ്രിഡ്ജ് തുറന്നു നോക്കി പൊട്ടും തണുത്ത വെള്ളമില്ല. അപ്പൊ തന്നെ കർട്ടൻ വന്ന് താഴെ വീണു. അങ്ങനെ ബോട്ട് പോള കാരണം ഒരു തരി മുന്നോട്ട് നീങ്ങുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളല്ലേ. തനിക്ക് എന്നെ കണ്ടിട്ട് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ശ്രദ്ധിച്ചു നോക്കാം. എന്നെ കണ്ടിട്ട് കണ്ടിട്ട് ഒരു പ്രാന്തനാന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും പറയത്തില്ല. ആരും പറയത്തില്ല. എന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് ഭ്രാന്തുണ്ടെന്ന് പറയൂ. എവിടെ? അങ്ങനെ ആരും പറയത്തില്ല. അത് തനിക്ക് ഭ്രാന്തുള്ളതുകൊണ്ടാ. അത് തന്നെ. അത് കൊള്ളാം. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ എനിക്കായി ഭ്രാന്ത്. വന്ന കാര്യം ഇട്ട് നടക്കും. ഒരു മനുഷ്യനെ കാണാൻ ഇതന്നെ 8കാലി. ഇപ്പൊ പോയ പുള്ളിക്ക് ഭ്രാന്തല്ലേ? ഭ്രാന്ത. എന്ത് ഭ്രാന്തന്മാരി ഇവിടെ. അത് തന്നെ. ഇനിയിപ്പൊ ഇതെന്താണോ സാധനം ആർക്കറിയാം. ചേട്ടൻ ചൈനക്കാരനാണോ? ഞാനോ? ഇവിടെ ഞാൻ ചൈനക്കാരനൊന്നുമല്ല. ഇപ്പൊ കൊടുത്ത് അല്ലല്ലേ? അല്ല. ചോദിക്കാൻ പറ്റേ? ചോദിക്കണ്ടല്ലേ? ചോദിച്ചേക്കാം. ചോദിക്കൂ.
സത്യം പറ, ചൈനക്കാരനല്ലേ? എടോ തന്നോടല്ലേ പറഞ്ഞ ഞാൻ ചൈനക്കാരനല്ല. അല്ലല്ലേ? അല്ല. ചോദിക്കുന്നുള്ളൂ, ചോദിക്കാൻ പറ്റും. ചോദിക്കുന്ന തന്നെ ചോദിക്കുന്നില്ല. ചോദിക്കണോ? വേണ്ട. ചോദിക്കും ഇല്ലല്ലോ. ചോദിക്കത്തില്ല. സത്യം ചോദിക്കത്തില്ല. എന്നെ കളിപ്പിക്കില്ല, ചൈനക്കാരനാ. അതെ, ഞാൻ ചൈനക്കാരനാ. അതിനിപ്പോ എന്നെ വേണം? ആണോ? ആ. ദൈവത്തിന് എന്നെ കണ്ടാ പറയത്തില്ല കേട്ടോ. ഓ, സിഗരറ്റ് വലിക്കാൻ പോവാണ്. 2 കൈയുള്ള ഞാനിവിടെ വളരെ ബുദ്ധിമുട്ടി ഒരു സിഗരറ്റ് വലിക്കുന്നത്. അതിന് പുള്ളി 1.5 കൈക്ക് സിഗരറ്റ് വലിക്കാൻ പോകുന്നു. കാണട്ടൊന്ന് നടക്കട്ടെ. ഓ, ഭയങ്കര സെറ്റപ്പല്ലേ. വലിച്ചേ അടങ്ങത്തുള്ളൂ. ദൈവം ഇത് എന്നാ കാണിക്കാൻ പോവുക? എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി വലിക്കുന്നത്? വലിക്കണ്ട, ഒന്നുകൂടി വലിച്ചേക്കാം. പിന്നെയും വലിക്കുവാണ്. ദൈവം ഇത് കാഞ്ഞു പോയാൽ ഞാൻ സമാധാനം പറയേണ്ടി വരുമല്ലോ. കളഞ്ഞേര് ചേട്ടാ. ഞാനേ 3-4 ദിവസമായിട്ട് ഒരു ബിരിയാണി പോലും കഴിച്ചിട്ട് കുറെ നാളായി. അപ്പൊ എനിക്ക് എന്തെങ്കിലും തരുന്ന വളരെ ഉപകാരമായിരുന്നു. ഞാൻ തരാനോ? തനിക്കോ? എടോ, ഈ പാന്റും കോട്ടും ഇട്ടിട്ടുണ്ടെന്നുള്ളത് തന്നെക്കാളും വലിയ തണ്ടിയാ ഞാൻ. എനിക്ക് തരാൻ കാശൊന്നുമില്ല. ചേട്ടാ അങ്ങനെ പറയില്ല ചേട്ടാ. എന്തിനാ എനിക്ക് എന്തെങ്കിലും? തന്നോടല്ലേ പറഞ്ഞ, എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. പ്ലീസ് ബുദ്ധിമുട്ടിപ്പിക്കാതെ പോ ചേട്ടാ. എന്തെങ്കിലും ഒന്ന് സഹായിക്കണേ. ഇവിടെ കൈ കാശില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ പൊന്നു ചേട്ടാ, എനിക്ക് തന്നോടല്ലേ പറഞ്ഞ കൈ കാശില്ലെന്ന്? അല്ല, അങ്ങനെ പറഞ്ഞു. തരാൻ പറ്റത്തില്ല. അത് തന്നെ. അപ്പൊ നീ തരത്തില്ല? ആ, തരത്തില്ല. 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 ഇതെന്താ സംഭവം? ഇത് കുംഫു പഠിച്ചിട്ടുണ്ട്. നിന്റെ കുംഫു അല്ലേ? നിന്റെ കുംഫു ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. തരാം തരാം തരാം. എന്താണ് ചോദിച്ച പൈസ? തരാവേ. കളിക്കുന്നത് നീ എൻ്റെ അടുത്ത്. നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഓക്കെ. അയ്യോ, പൈസ